സോഷ്യൽ മീഡിയയിൽ നടി സംയുക്ത മേനോൻ ഇപ്പം വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാലയ്യയുടെ സിനിമയിൽ തെലുങ്കിൽ ഒരു ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചു എന്നതാണ് അവർ ചെയ്ത വലിയ കുറ്റമായിട്ട് ആളുകൾ കാണുന്നത്. ശരിക്കും മലയാളത്തിൽ നിന്ന് നടിമാർ മറ്റു ഭാഷകളിലേക്ക് പോയിട്ട് ഐറ്റം ഡാൻസ് ചെയ്യുമ്പം വലിയ വിമർശനം കേൾക്കാറുണ്ട്. എന്നാൽ അതേ ഭാഷയിലുള്ള അല്ലെങ്കിൽ ബോളിവുഡിൽ നിന്നോ മറ്റുള്ള നായികമാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ സിനിമയിൽ മലയാള സിനിമയിൽ ഐറ്റം ഡാൻസ് ചെയ്താലോ അല്ലെങ്കിൽ തെലുങ്കിലോ തമിഴിലോ ഒക്കെ ഐറ്റം ഡാൻസ് ചെയ്താലോ അതിനെ കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. ശരിക്കും ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഉറപ്പായിട്ടും അതെ. അതിപ്പം നമ്മൾ തുടക്കം മുതലേ പണ്ട് കാലം മുതലേ എടുത്തു കഴിഞ്ഞാൽ കാണാം. 81 എന്തോ ആണെന്ന് തോന്നുന്നു കമൽഹാസന്റെ ഒരു ടിക് ടിക് പറഞ്ഞിട്ടുള്ള സിനിമ. അതിൽ മാധവി നോൺ മലയാളിയാണ്, പക്ഷേ മലയാളത്തിൽ ഒരുപാട് ഗൃഹാതുരത്വമുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടിയാണ്. അവർ തമിഴിലേക്ക് ഒരു സ്വിമ്മിങ് സൂട്ടിട്ടുള്ള ഡ്രസ്സ് ഉള്ള ഒരു രംഗം അഭിനയിച്ചപ്പോഴേക്കും വളരെയധികം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പിന്നീട് അവരെ അതേസമയം ഇവിടെ വടക്കൻ വീരകഥയിൽ സമാനമായ ഡ്രസ്സിംഗ് ആണ്, സമാനമായതെന്നുള്ളതല്ല, കുറച്ചുകൂടി എക്സ്പോസ് ചെയ്തിട്ടുള്ള വേഷമാണ് ധരിക്കുന്നത്. അപ്പൊ അവിടെ വിമർശനങ്ങളില്ല. അപ്പൊ ഈ ഭാഷ കൾച്ചറിന്റെ ഭാഗമാണ്. അത് ഭാഷയുടെ മാറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. മലയാളികൾക്ക് ഒരു ഇരട്ടത്താപ്പ് എല്ലാ കാലത്തും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സിനിമകൾ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാലും തമിഴിലെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒട്ടും ലോജിക്കില്ലാത്ത സിനിമകൾ മലയാളികൾ ആസ്വദിക്കും. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആസ്വദിക്കില്ല. അവിടെ തന്നെ നമ്മൾ മലയാളികളായ ആസ്വാദകരുടെ ഇരട്ടത്താപ്പ് അവിടെ ഇതാണ്. അപ്പം ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന ടേമിനെ തന്നെ വളരെയധികം നെഗറ്റീവായിട്ട് കണ്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതായത് മലയാളി നടിമാർ അന്യഭാഷയിൽ പോയിട്ട് ഒരു പാട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഐറ്റം ഡാൻസിൽ അഭിനയിക്കുന്ന നടി, പിന്നെ ആ സിനിമയിൽ മുഴുനീള കഥാപാത്രം ഉണ്ടായിരിക്കും, നന്നായി അഭിനയിക്കേണ്ട രംഗങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുകയും ക്രിറ്റിസിസം നേരിടുകയും ചെയ്യുന്ന ആ ഒരു പാട്ട് സീനിന് വേണ്ടി മാത്രമായിരിക്കും. സമയം ഇപ്പം സമാന്ത ഋത്തുപ്പൂവും അണ്ട വാവ ചെയ്തു കഴിഞ്ഞാൽ അതിവിടെ മലയാളികൾക്ക് ആഘോഷമാണ്, അതിൽ അവർക്ക് തെറ്റില്ല. പക്ഷെ മലയാളി നടി അങ്ങനെ ഒരു സാധനം അവിടെ പോയി ചെയ്യാൻ പാടില്ല. ഇപ്പം മുക്തയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ. കറുപ്പ് തായ് എനിക്ക് പിടിച്ച കളർ എന്ന് പറയുന്ന സിനിമയിൽ അവർ കുറച്ചൊന്ന് എക്സ്പോസ് ചെയ്ത് അഭിനയിച്ചു എന്നുള്ള പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള നടിയാണ്. അതിൻ്റെ പേരിൽ അവർക്ക് ടൈപ്പ് കാസ്റ്റിംഗ് നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നീട് അവർ അത്തരം വേഷങ്ങൾ എടുക്കാൻ പോലും ഭയന്നിട്ടുണ്ട്. ഒരു നർത്തകി എന്ന നിലയിലാണ് ആ സിനിമയിലെ ഡാൻസിനെ അവർ ആസ്വദിച്ച് ചെയ്തത്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ മുക്തക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് മലയാളി നടിമാർക്ക് കൂടുതൽ ഒരു നടി എന്ന തരത്തിൽ എക്സ്പോസ് ചെയ്യാൻ അന്യഭാഷകൾ കിട്ടുമ്പം അവർ അത്തരം വേഷങ്ങൾ അവിടെ ചെയ്യുന്നു. മലയാളത്തിലേക്ക് വരുമ്പോൾ കഥാപാത്രത്തിന് ഒരുപാട് ഡെപ്തുള്ള വേഷങ്ങൾ എടുത്ത് ചെയ്യുന്നു. അത് അവരുടെ ചോയ്സ് ഓഫ് സിനിമയാണ്. അതിനെ എന്തിനാണ് വിമർശിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും തമിഴിലൊക്കെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ പല നായകന്മാരും ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ടുള്ള കാര്യം, സോങ്ങുകൾ വരുമ്പം അതൊരു ഡ്രീം സോങ് ആയി മാറും. അതായത് നാടൻ വേഷത്തിലുള്ള ധാവണ എടുത്തിട്ടുള്ള കഥാപാത്രത്തെ അഭിനയിക്കാനാണ് പോയിട്ടുള്ളതെങ്കിലും ഒരു സോങ് വരുമ്പോഴത്തേക്കും മോഡേൺ വേഷത്തിലും അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആരും നിർബന്ധിച്ച് നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടൊന്നും പോയി സിനിമയിൽ അഭിനയിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് ആ ചോയ്സ് എടുക്കാനുള്ള ധൈര്യം അവർക്കുള്ളത് കൊണ്ടായിരിക്കും അവർ ആ ചോയ്സ് എടുക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഇത്രയും നല്ലൊരു കഥാപാത്രം വേണ്ടെന്ന് വെക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായില്ല. ഇപ്പം മുമ്പ് എനിക്ക് തോന്നുന്നു നടി അമല പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടക്കകാലത്താണ് അമല പോൾ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒരുപക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം വന്നാൽ ഫുൾ ന്യൂഡായിട്ട് അഭിനയിക്കേണ്ടി വന്നാലും ഞാൻ അഭിനയിക്കും, ആ കഥാപാത്രം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആടൈ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ അമല പോളും നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ചോയ്സ് ആണെന്നുള്ളത് നമുക്കിത് കാണാതിരിക്കാനുള്ള ഓപ്ഷനും നമുക്കുണ്ട്. പക്ഷെ നമുക്കിത് കാണുകയും വേണം, കുറ്റം പറയുകയും വേണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചോയ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അനുപമ പരമേശ്വരൻ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞതും കിട്ടുന്നുണ്ട്. നയൻതാര വളരെ വർഷങ്ങൾക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്യഭാഷയിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യും. പക്ഷേ മലയാളത്തിലേക്ക് വരുമ്പോൾ അവർ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാറില്ല. ഇപ്പോൾ അനുപമ പരമേശ്വരൻ്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികവും മലയാളത്തിൽ ചെയ്തിട്ടുള്ള ഗസ്റ്റ് റോളുകളാണ്. നായിക റോളുകൾ ഇപ്പോൾ പെറ്റ് ഡിക്റ്റേറ്റീവ് പോലെയുള്ള സിനിമകളാണ് നായിക റോൾ. അല്ലാത്തതെല്ലാം ഗസ്റ്റ് റോളുകളായിരുന്നു. എന്തുകൊണ്ട് മലയാളം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കഥ മലയാളത്തിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കണം. കാരണം മലയാളി ഓഡിയൻസിനെ അവർ ഏത് തരത്തിൽ അവരത് ഉൾക്കൊള്ളുന്നുള്ള കാര്യത്തിൽ അവർ, പ്രത്യേകിച്ച് പ്രേമം പോലൊരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ബുള്ളിങ് നേരിട്ടിട്ടുള്ള ആളാണ് അനുപമ പരമേശ്വരൻ. ഇന്ന് കാണുന്ന ലെവലിലേക്ക് അവർ ഉയരുമെന്ന് അന്നത്തെ ആരും വിചാരിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മലയാളത്തിൽ വന്നിട്ട് അവർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇവരാരാണ് എന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് കമന്റ്സ് വരും. പക്ഷേ മറ്റൊരു ഇൻഡസ്ട്രിയിൽ അവിടുത്തെ ഏറ്റവും മികച്ച നടിമാരിലുള്ള മുൻനിര നടിമാരിൽ ഒരാളായി അനുപം മാറി എന്നുള്ളത് സമ്മതിച്ചു കൊടുക്കാൻ പോലും മടിയുള്ള ആളുകളാണ്.
അനുപമ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആർത്ത് വിളിക്കുന്ന ഓഡിയൻസിനൊക്കെ കാണണമായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നയൻതാര ഇപ്പം അന്യഭാഷയിൽ ചെയ്യുമ്പോൾ കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു നടിയാണ്. പക്ഷെ മലയാളത്തിലേക്ക് എത്തുമ്പോൾ അവർ പ്രതിഫലത്തെക്കാളും നല്ല റോളുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കുറേ ബ്രേക്കിന് ശേഷമാണ് നയൻതാര ഒരു സിനിമ മലയാളത്തിൽ ചെയ്യുന്നത്. അത് അത്രയും കാത്തിരുന്ന് കിട്ടുന്ന അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വേഷം മാത്രമാണ് മലയാളത്തിലേക്ക് വരുന്നത്. മലയാള 2020 സിനിമയിൽ നയൻതാര ഒരു ഇതുപോലെ ഒരു ഡാൻസ് സീനിൽ വന്ന സമയത്തും വലിയ വിമർശനം നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്യഭാഷയിലേക്ക് പോയി വരുന്ന നായികമാർക്ക് ഒരുപാട് ലുക്ക് വൈസ് ഭയങ്കര മാറ്റം വരുന്നു എന്നുള്ളതും ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ കാവ്യ മാധവനെ ഒരു സമയത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം കാവ്യ കേരളികളുടെ സ്വന്തമാണ്, അന്യഭാഷയിൽ പോയിട്ട് രൂപം മാറിയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാവന ഒരു ഗൃഹാതുരത്തുള്ള വേഷമൊക്കെ ചെയ്ത് പിന്നെ ഒന്ന് അജിത്തിനൊപ്പം ഒരു സിനിമ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴും ഭാവനൻ്റെ ലുക്ക് മാറി, ഇഞ്ചക്ഷൻ എടുത്തു, ഇതാണ് വിമർശനങ്ങളാണ്. ആ നല്ല മാറ്റത്തെ അംഗീകരിക്കാൻ എന്തുകൊണ്ടോ പ്രേക്ഷകർ തയ്യാറല്ലായിട്ട് കാണാം. ഇപ്പം അന്യഭാഷയിൽ പോയോ, എന്നാൽ പിന്നെ നോക്കണ്ട, ആ ഒരു തരത്തിലായിരുന്നു ആ സമയം മുതലേയുള്ള വിമർശനം. അതാണ് ഞാൻ പറഞ്ഞത്, ഐറ്റം ഡാൻസ് എന്നത് മാത്രമല്ല, മലയാളി നടിമാർക്ക് അന്യഭാഷയിൽ ഒന്ന് പോയി വരുമ്പോഴത്തേക്കും അവർ മൊത്തത്തിൽ മാറും എന്നൊരു ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്നതിൽ കോൺഫിഡൻസിന്റെ ഒരു വലിയ വശം കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തെ പറ്റി നമുക്കുള്ള ഒരു ഉറപ്പ്. ഇപ്പൊ സംയുക്ത മേനോന്റെ ഒക്കെ കാര്യത്തിൽ മലയാളത്തിലെ ചെറിയ തുടക്കത്തിൽ തന്നെ നല്ല വേഷം കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു നടിയല്ല സംയുക്ത മേനോൻ. ഒരു പക്ഷെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വന്ന സ്ക്രിപ്റ്റുകൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോകുന്ന സമയത്താണെങ്കിലും അവർക്ക് കുറച്ചുകൂടി തന്നെ, ഇപ്പൊ അവര് മുൻപ് ലിപ്പില് മാറ്റങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. നടി സാമന്തയെ പോലെ തോന്നുന്നു കാണാൻ, ആ രീതിയിലേക്ക് മാറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ അവർക്കുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ഒരു ഐറ്റം ഡാൻസ് ആണെങ്കിൽ അതിനനുയോജ്യമായ വസ്ത്രധാരണം ചെയ്യാനൊക്കെ അവർ റെഡിയാകുന്നു എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അതുപോലെ തന്നെ അവിടുത്തെ സിനിമയിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരവും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഇവിടുത്തെ പോലെ അത്രയും പുച്ഛിച്ചു തള്ളുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ ഇരട്ടത്താപ്പിന്റെ പേര് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം വിട്ടുപോയത്, കല്യാണി പ്രദർശൻ റീസെന്റ് ഒരു തെലുങ്ക് പടത്തിൽ ഒരു ഇത്തരം ഐറ്റം ഡാൻസ് എന്ന് വിശേഷിപ്പിക്കാൻ അറിയില്ല, അങ്ങനെയുള്ള ഒരു പാട്ട് രംഗത്ത് അഭിനയിച്ചു. അതേ പാട്ടിൽ കൃതി ഷെട്ടിയും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ കൃതി ഷെട്ടിക്ക് ഇല്ലാത്ത വിമർശനം കല്യാണി പ്രിയദർശനെ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ലോക സിനിമ ഇറങ്ങിയിട്ട് മലയാളത്തിലെ ഏറ്റവും കളക്ഷനുള്ള സിനിമയായിരിക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ടിന്റെ റിലീസ് വരുന്നത്. അപ്പൊ ആളുകൾ പറഞ്ഞത് ലോകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട, എന്തോ വലിയ പാതകം ചെയ്ത പോലെ, എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ്, അയ്യോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അവരതിൽ എത്ര നന്നായി ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും നന്നായിട്ടൊക്കെ കല്യാണി ഡാൻസ് കളിക്കുമോ എന്നാണ് ആ പാട്ട് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ കൃതി ഷെട്ടിയും മുൻപും പല പാട്ടുകളിൽ നമ്മൾ കൃതി ഷെട്ടിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ വിമർശിക്കുന്നില്ല, കൃതി ഷെട്ടിക്ക് കളിക്കാം, പക്ഷെ അവിടെ പോയിട്ട് കല്യാണി കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെയായിരുന്നു ഈ അടുത്ത് കീർത്തി സുരേഷ് ഒരു ബോളിവുഡ് സിനിമയിൽ അവരത്രയും കോൺഫിഡൻറ്റോട് കൂടി ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ദൃശ്യഭംഗിയോ അല്ലെങ്കിൽ ആ പാട്ട് ആസ്വദിക്കുകയോ ചെയ്യുകയല്ല. കീർത്തി സുരേഷ് പോയിട്ട് അത് ചെയ്യാൻ പാടില്ല. അതാണ് മലയാളികൾ, അത്രയേ ഉള്ളൂ മലയാളികളെ സംബന്ധിച്ചുള്ള കാര്യം. ഇപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റം ഡാൻസിൻ്റെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും മലയാളത്തിൽ അല്ലാതെ മലയാള നടിമാരെ ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാൽ തെലുങ്ക് ഇൻഡസ്ട്രി ആയിട്ടും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം. ഈ ഒരു ഭാഗം മാറ്റി വെച്ചാൽ അടുത്തൊരു അതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ പറയണം. ഇപ്പോൾ ഷംന കാസിമിന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. അതെ, അല്ല ഞാൻ പറയാൻ വന്നത്, നല്ല വേഷങ്ങൾ മലയാളി നടിമാർക്ക് അന്യഭാഷയിൽ കിട്ടും. അതായത് ഈ എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുന്ന നടിമാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തമിഴിൽ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ്. എക്സ്പോസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ള നടിമാരെ കൊണ്ടുവരുന്നു. പക്ഷെ നല്ല ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇറക്കുന്നതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ മീര ജസ്മിൻ തുടക്കം മുതൽ ചെയ്തു വന്ന വേഷങ്ങളായാലും ശരി, ഇപ്പൊ രജിഷ വിജയൻ, നിമിഷ സജയൻ പോലെയുള്ള നടിമാർ, ഇപ്പൊ അനുപമ പരമേശ്വരൻ, ലേറ്റസ്റ്റ് ആയിട്ട് കർണ ചെയ്ത സമയം മാരി സെൽവരാജിന്റെ സിനിമയിൽ ബൈസൺ പോലെയുള്ള സിനിമകളിൽ ഒന്ന് കറുപ്പിച്ചിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് മലയാളി നടിമാരെ കൊണ്ടുപോകുന്നു. അതെ, ലിജോ മോൾ, അങ്ങനെയുള്ള അതായത് ഡെപ്തുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി മലയാള സിനിമയിൽ നിന്നാണ്. അത് തമിഴ്നാട്ടിലെ ഏത് തരത്തിലാണ് വിമർശിക്കപ്പെടുന്നത് വെച്ചാൽ, ഇവിടുത്തെ സ്ത്രീകൾ ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെ സിനിമാക്കാർക്ക് വേണ്ടാന്ന തരത്തിൽ തമിഴ്നാട്ടിൽ
നാട്ടിൽ വലിയ തരത്തിൽ ഒരു നെഗറ്റീവ് ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തുനിന്നൊക്കെ രക്ഷപ്പെട്ടു പോയ ഒരു നടി അസിനായിരിക്കും തോന്നുന്നു. മലയാളത്തിൽ നിന്ന് പോയിട്ട് തമിഴിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടി അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമകൾ തുടക്കകാലത്ത് തൊട്ടേ ചെയ്തതുകൊണ്ട് കൂടിയായിരിക്കാം അവരുടെ പാട്ട് സിനിമകളെ പറ്റി വിമർശിക്കാനോ, അല്ലെങ്കിൽ അവർ പിന്നീട് ബോളിവുഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള പാട്ട് സീനുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. അതും സംശയമുള്ള കാര്യമാണ്. കാരണം ഇതേ കാര്യം തന്നെയാണ് മറ്റു നടിമാരും ചെയ്യുന്നത്. പക്ഷെ ചിലർ വിമർശിക്കപ്പെടുന്നു, ചിലർ വിമർശിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇതെന്തോ വലിയ തെറ്റായിട്ട് കാണുന്നതാണ് എന്താണെന്ന് മനസ്സിലാകുന്നത്. അതാണ് ആൾക്കാരുടെ ചോയ്സ് ആണ്. ഇന്നത് തിരഞ്ഞെടുത്തിട്ട് ഇത്തരം ആൾക്കാർ, അതായത് ഇപ്പൊ ചില ആളുകൾ ഇത് ചെയ്യരുത്, ചില ആളുകൾ ഇത് ചെയ്യാം, കുഴപ്പമില്ല എന്നല്ല. ഇപ്പൊ നമ്മള് പറയുമല്ലോ, സായി പല്ലവിക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് ഉണ്ട്. അതായത് ശരീരം കാണിച്ചില്ലെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള വേഷങ്ങൾ കിട്ടുമെന്ന് ആൾക്കാർ പൊതുവെ പറയുന്ന ഒരു രീതിയുണ്ട്. സായി പല്ലവിയെ പോലെ ആയിക്കൂടെ, എപ്പോഴും സാരി എടുത്ത് നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അത് അവരുടെ ചോയ്സ് ആണ്. അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുൻപൊരു റിയാലിറ്റി ഷോയില് ആ ഒരു ഡാൻസ് രീതിക്ക് അനുയോജ്യമായ വസ്ത്രം ധരിച്ച് താൻ ഡാൻസ് ചെയ്തതിനെ പിന്നീട് കുറെ കാലത്തിന് ശേഷം വളരെ മോശമായിട്ട് ആളുകൾ സംസാരിച്ചത് കൊണ്ടാണ് പിന്നീട് താൻ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇടില്ല എന്ന് തീരുമാനിച്ചത്. അത് വളരെയധികം വിഷമമുണ്ടാക്കി എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങനെ ഒരു ചോയ്സ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവരവർക്ക് അനുയോജ്യമാണ് എന്ന് തോന്നുകയാണ്, അവർക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷെ നീ എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുന്നിടത്താണ് പ്രശ്നം തോന്നുന്നു.